ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഫെബ്രുവരി 8-ന് ശേഷം വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രൈവസി പോളിസി അപ്ഡേറ്റ് നമ്മൾ എഗ്രി ചെയ്യണമെന്നും അങ്ങനെ എഗ്രി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്സപ്പിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുമെന്നൊക്കെ വാട്സപ്പിൻ്റെ പുതിയൊരു പ്രൈവസി പോളിസി അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വാട്സപ്പ് ആ ഒരു നയം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ട്വിറ്ററിൽ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ആ ഒരു അക്കൗണ്ടിലൂടെയാണ് തങ്ങളുടെ പുതിയ പോളിസിയുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് വാട്സപ്പ് അറിയിച്ചത്. അതിന് പറഞ്ഞിരിക്കുന്ന കാരണം ഇതാണ്. അതായത് പുതിയ പോളിസി വന്നതിന് ശേഷം ധാരാളം മിസ് ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയകളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന വാട്സപ്പ് യൂസേഴ്സിന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. എന്താണ് പുതിയ പ്രൈവസി പോളിസി എന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് യൂസേഴ്സിന് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ടാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത്. വീണ്ടും അവരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ കോൺവെർസേഷൻസ്, നമ്മൾ മറ്റൊരാളുമായിട്ടുള്ള കോൺവെർസേഷൻസ്, അത് മെസ്സേജിങ്, കോളിങ്, ഇതൊന്നും വാട്സപ്പ് ഹിസ്റ്ററി ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അത് നമ്മൾ ആരുമായിട്ടാണോ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യം മാത്രമാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വാട്സപ്പ് വീണ്ടും അവകാശപ്പെടുകയാണ് ഈ പുതിയ ട്വീറ്റിലൂടെയും ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 8 എന്നുള്ളത് മെയ് 15-ലേക്കാണ് വാട്സപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. എനിക്കതിനകത്തുനിന്ന് വായിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു 3 മാസത്തിനിടയ്ക്ക് വാട്സപ്പ് പുതിയ എന്തൊക്കെയോ ഓപ്ഷൻസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ഓപ്ഷൻസാണ്. അപ്പോൾ ആ ഓപ്ഷൻസൊക്കെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ആൾക്കാർക്ക് ആ പോളിസിയെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതും എന്താണ് പോളിസി എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് നിശ്ചയിക്കത്തുള്ളൂ. ഫെബ്രുവരി 8 നമുക്ക് തന്നതുപോലെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ അത് വെച്ചിരിക്കുന്നത് മെയ് 15 എന്നാണ്. അതാണ് വാട്സപ്പ് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വിശദമാക്കിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫെബ്രുവരി 8 ആരുടെയും അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല. വീണ്ടും അത് 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെയ് 15 വരെ ആക്കിയിട്ടുണ്ട്. ഇന്നലത്തെ വാട്സപ്പിൻ്റെ ട്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലും ടെലഗ്രാമും ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. ആ രീതിയിലാണ് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു പ്രൈവസി പോളിസി അപ്ഡേറ്റുമായിട്ട് നടന്നിരിക്കുന്ന സംഭവത്തെപ്പറ്റി ഒത്തിരി ആൾക്കാർ അവർക്ക് ഫീഡ്ബാക്ക് ചെയ്തിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രകാരം ഫീഡ്ബാക്ക് നൽകിയിരിക്കുന്ന എല്ലാവർക്കും വാട്സപ്പ് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാനായിട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് അനുവദിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ 3 മാസം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും സിഗ്നലിനും ടെലഗ്രാമിനും നല്ല രീതിയിലുള്ള ഫോളോ തന്നെ വരും. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കയറിയിട്ട് സിഗ്നലും ടെലഗ്രാമും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നറിഞ്ഞിട്ട് വാട്സപ്പ് കളഞ്ഞ ആൾക്കാരെല്ലാം കൂടെ വീണ്ടും എന്താക്കും, തിരിച്ച് വീണ്ടും വാട്സപ്പ് കൊണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാട്സപ്പ് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് വാട്സപ്പ് വീണ്ടും പഴയ സ്ഥാനം നിലനിർത്തും. അതായത് 1ാം സ്ഥാനത്തേക്ക് തന്നെ പൊങ്ങി വരും. സിഗ്നലിനും ടെലഗ്രാമിനും സംഭവിക്കാൻ പോകുന്ന ആൾക്കാർ കുറേ പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടു അത് ഉപയോഗിക്കാത്ത കണ്ടീഷനിൽ, അതായത് വെറുതെ കിടക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ആ 2 ആപ്ലിക്കേഷനും കൂടുതലായിട്ട് മാറിപ്പോകും. അതാണ് ഇനി അടുത്ത 3 മാസം സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വാട്സപ്പ് ഇട്ടിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, 3 മാസം. അപ്പോൾ ആ ഒരു 3 മാസം കൊണ്ട് അവർ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും ഇപ്പം പണി കിട്ടിക്കിടക്കുന്നത് സിഗ്നലിനും ടെലഗ്രാമും വരുന്നത്. 2 ദിവസം മുന്നേ വരെ നമുക്ക് വാട്സപ്പിനായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഡേറ്റ് അനുസരിച്ചിട്ട് സിഗ്നലിനും ടെലഗ്രാമിനും നല്ല രീതിയിൽ ഇപ്പോൾ പണി കിട്ടിക്കിടക്കുകയാണ്. അപ്പോൾ മേ ബി ഇങ്ങനെ ഒരു നയം മാറ്റിയത് കൊണ്ടായിരിക്കണം ഇപ്പം എല്ലാ ദിവസവും രാവിലെ വരാറുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കാണുന്നില്ല. ഇനി ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കാണും. ഈ പറയുന്ന പോലെ ഒരു 2 മാസം കൂടെ കഴിയുമ്പം പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാർക്കും എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് നല്ല അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.